ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. രാമക്ഷേത്ര നിർമ്മാണം അജണ്ടയിൽ നിലനിർത്തി ബിജെപിയുടെ പ്രകടന പത്രിക. അമിത്ഷായ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. പ്രചാരണത്തിന് സോണിയ കേരളത്തിൽ. പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ട് പരിഗണനയിൽ. സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പോളിംഗ് ബൂത്ത്. ആദ്യം പ്രധാന വാർത്തകൾ. കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക പരിഷ്കാരങ്ങൾ മുന്നോട്ട് വെച്ചും രാമക്ഷേത്ര നിർമ്മാണം അജണ്ടയിൽ നിലനിർത്തിയും ബിജെപിയുടെ പ്രകടന പത്രിക. ബഹുബ്രാൻഡ് ചില്ലറ വിൽപ്പന മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കില്ല. മറ്റു മേഖലകളിൽ വിദേശ നിക്ഷേപമാകാം. പ്രകടന പത്രിക പുറത്തിറക്കിയത് വോട്ടെടുപ്പ് തുടങ്ങിയതിനു ശേഷം. ബിജെപി ലക്ഷ്യമിടുന്ന ഏക വ്യക്തി ഭരണം ജനാധിപത്യ വിരുദ്ധമെന്ന് സോണിയാഗാന്ധി. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് അമിത്ഷായ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന കമ്മീഷൻ. നോട്ടീസ് മുസഫർ നഗറിൽ നടത്തിയ പ്രസംഗത്തിന്. ലോക്സഭയിലേക്കുള്ള ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് നടന്നത് അസമിലെ 5 സീറ്റുകളിലേക്കും ത്രിപുരയിലെ 1 സീറ്റിലും. ഇടതുപക്ഷത്തിന്റേത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമെന്ന സോണിയാഗാന്ധി. LK അദ്വാനിയും നരേന്ദ്രമോദിയും നാളെ സംസ്ഥാനത്ത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മദ്യദുരന്തമുണ്ടാക്കാൻ ശ്രമമെന്ന് VM സുധീരൻ. പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ട് അനുവദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ. തീരുമാനം വെള്ളിയാഴ്ച. പ്രവാസി വോട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും എതിർപ്പില്ല. ഇത്തവണയും CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനാകില്ല. ന്യൂഡൽഹിയിൽ CPMന് സ്ഥാനാർത്ഥിയില്ല. ശക്തമായ ഭരണത്തിനും വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഊന്നൽ നൽകി ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി. ബഹുബ്രാൻഡുകളുടെ ചില്ലറ വിൽപ്പന മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്ന് പ്രകടന പത്രിക പറയുന്നു. അതേസമയം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന തരത്തിൽ മറ്റു മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കും. ഏകീകൃത സിവിൽ കോഡ്, സ്ത്രീ ശാക്തീകരണം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ്. ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നതാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ മുഖ്യ വാഗ്ദാനം. ബിജെപി പ്രകടന പത്രികകളിലെ സ്ഥിരം വാഗ്ദാനമായ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഇത്തവണ പൈതൃക സംരക്ഷണ അജണ്ടകളിലൊന്നായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ പ്രകടന പത്രികയിൽ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് രാമക്ഷേത്രം പണിയാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതായിരുന്നു വാഗ്ദാനമെങ്കിൽ ഇത്തവണ ഭരണഘടനയ്ക്ക് അകത്തു നിന്നുകൊണ്ട് ഇതിനുള്ള ശ്രമം നടത്തുമെന്നാണ് ബിജെപി പറയുന്നത്. രാമസേതു, ഗംഗാനദി എന്നിവയുടെ സംരക്ഷണവും പശുവിനെ കൊല്ലുന്നത് തടയാനുള്ള നിയമനിർമ്മാണവും പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സെക്കൻഡറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുമെന്നും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്നും ബിജെപി പറയുന്നു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പ്രത്യേക കോടതികൾ, തൊഴിലുൽപാദനത്തിനും സംരംഭകത്വത്തിനും പ്രത്യേക ഊന്നൽ, അഴിമതി തടയുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. സംസ്ഥാന കേന്ദ്രബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ടീം ഇന്ത്യ എന്ന പേരിൽ ഒരു നൂതന ഭരണ സംവിധാനം സൃഷ്ടിക്കുമെന്നും ബിജെപി പറയുന്നു. പ്രധാനമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടുന്ന തരത്തിലാണിത്. ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വികേന്ദ്രീകരണവും ജനപങ്കാളിത്തവും നടപ്പിലാക്കും. ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ, ബദൽ പരാതി പരിഹാര സംവിധാനം, അഭിഭാഷകർക്കായി ലൈബ്രറി, പോലീസിന്റെ ആധുനികവൽക്കരണം, തിരഞ്ഞെടുപ്പ് പരിഷ്കാരം, ഭക്ഷ്യസുരക്ഷ, ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കും പ്രത്യേക പദ്ധതികൾ എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. വഖഫ് ബോർഡുകളുടെ ശാക്തീകരണവും മദ്രസ ആധുനികവൽക്കരണവും ബിജെപി വാഗ്ദാനം ചെയ്യുന്നു. സുശക്തമായ ഭരണം, സാമ്പത്തിക വളർച്ച, വികസനം എന്നിവയാണ് ബിജെപിയുടെ പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനങ്ങൾ. എന്നാൽ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് പിന്നോക്കമില്ലെന്നും ബിജെപിയുടെ പ്രകടന പത്രിക തെളിയിക്കുന്നു. ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് നിന്നും D. ശ്രീജിത്ത്, മീഡിയ 1. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ബിജെപി ജനറൽ സെക്രട്ടറി അമിത്ഷായ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. അമിത്ഷാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ വിദ്വേഷം ഇളക്കിവിടുന്ന രീതിയിൽ പ്രസംഗിച്ചതിനാണ് നോട്ടീസ്. മുസഫർ നഗർ കലാപബാധിത പ്രദേശത്ത് നടത്തിയ പ്രചാരണ പരിപാടിയിലായിരുന്നു അമിത്ഷായുടെ വിവാദ പ്രസംഗം. കലാപത്തിൽ തങ്ങൾക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യണമെന്ന് പ്രസംഗത്തിൽ ജാട്ട് സമുദായത്തോട് അമിത്ഷാ ആഹ്വാനം ചെയ്തു. പ്രസംഗത്തിന്റെ CD പരിശോധിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. വർഗീയ വിദ്വേഷം ഇളക്കിവിട്ട് വോട്ട് നേടുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നാരോപിച്ച് കോൺഗ്രസ്, സമാജ്വാദി, ആം ആദ്മി പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. ഉത്തർപ്രദേശ് സർക്കാർ അമിത്ഷായ്ക്കെതിരെ കേസെടുത്തു. അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ബിജെപിയുടെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ സംസ്ഥാനത്തിന്റെ ചുമതലയേറ്റെടുത്ത ശേഷമായിരുന്നു മുസഫർ നഗർ കലാപം.
60ഓളം പേർ കൊല്ലപ്പെട്ട കലാപത്തിന് പിന്നിൽ BJP ആണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചു. മെച്ചപ്പെട്ട പോളിംഗ് ആണ് അസമിലും ത്രിപുരയിലും രേഖപ്പെടുത്തിയത്. ഔദ്യോഗിക കണക്ക് പ്രകാരം അസമിൽ 72.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ത്രിപുരയിൽ 84%. അസമിലെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് വോട്ടിംഗ് തടസ്സം സൃഷ്ടിച്ചു. അസമിൽ 5 സീറ്റുകളിലേക്കും ത്രിപുരയിലെ 1 സീറ്റിലേക്കുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഇരു സംസ്ഥാനങ്ങളിലും സമാധാനപരമായിരുന്നു പോളിംഗ്. BJP പ്രകടന പത്രികയെയും CPM-നെയും വിമർശിച്ച UP അധ്യക്ഷ സോണിയാഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഇന്ന് വൈകുന്നേരത്തോടെയാണ് സോണിയ കേരളത്തിലെത്തിയത്. മഴ കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്നും കാർ മാർഗമാണ് തൃശൂരിലെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് വൈകുന്നേരമാണ് സോണിയ കേരളത്തിലെത്തിയത്. മഴ കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ മാർഗമാണ് സോണിയ തൃശൂരിലെത്തിയത്. നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സോണിയ അഭിവാദ്യം ചെയ്തു. രാജ്യത്ത് ജനാധിപത്യ സമ്പ്രദായത്തെ തകർത്ത് ഏകവ്യക്തി ഭരണത്തിനാണ് BJP ശ്രമിക്കുന്നത്. പ്രകടന പത്രികയിലൂടെ അവരുടെ ലക്ഷ്യം വ്യക്തമാണെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. We want an India where our democratic institutions at all levels are strong, but our opponents seek to weaken these institutions. They promote one-man rule. കാലഹരണപ്പെട്ട് പ്രത്യയശാസ്ത്രത്തിലാണ് ജീവിക്കുന്നതെന്ന് CPM-നെ വിമർശിച്ച സോണിയ കോഴിക്കോട്ടെത്തിയപ്പോൾ ഇടതുമുന്നണി അക്രമ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ നിലപാടും കോൺഗ്രസ് അധ്യക്ഷ കോഴിക്കോട് വ്യക്തമാക്കി. Politics of murder, of violence of the left in Kerala has taken a heavy toll on our people. We must continue to fight such politics. On behalf of the UDF, I want to assure the farmers, all of you, that nothing will be done to harm the interest of the farmer, to harm your interest. പ്രസംഗത്തിനൊടുവിൽ വേദിയിൽ നിന്നിറങ്ങി പ്രവർത്തകർക്ക് കൈകൊടുത്താണ് സോണിയ മടങ്ങിയത്. കേരളത്തിലെ UDF പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയാണ് സോണിയാഗാന്ധി കേരളത്തിൽ നിന്നും മടങ്ങുന്നത്. ഈ വിഷയങ്ങളെല്ലാം വോട്ടായി തീരുമോ എന്ന് മാത്രമാണ് ഇനി കാണാനുള്ളത്. തൃശൂരിൽ നിന്ന് അഫ്താർ റഹ്മാനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്. പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ട് നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അനുകൂല നിലപാട്. ഇത്തവണ നടപ്പാക്കാനാകുമോ എന്ന വെള്ളിയാഴ്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും. ഇക്കാര്യം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. പ്രവാസികൾക്ക് വോട്ടവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇന്റർനെറ്റ് വഴിയുള്ള വോട്ടിംഗ് പരിഗണനയിലാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിന്റെ പ്രായോഗികവും സാങ്കേതികവുമായ വശങ്ങൾ പഠിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തപാൽ വഴി വോട്ടെടുപ്പ് നടത്താൻ കഴിയില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും കമ്മീഷൻ. അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്നു മുതൽ ആരംഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്കുള്ള വോട്ടിംഗ് നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച തന്നെ ഒരു ഓപ്ഷൻ കൊടുക്കണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു എന്തായാലും പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. 9 ഘട്ടങ്ങളിലായി മെയ് 12 വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ മറുപടി നൽകണം. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിക്കാൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ 20A വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് കമ്മീഷൻ ഇന്റർനെറ്റ് വോട്ടിംഗിന്റെ കാര്യം അറിയിച്ചത്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി. 4 പതിറ്റാണ്ടിലധികമായി CPM-ന്റെ മുൻനിര നേതാവാണെങ്കിലും ഇതുവരെ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്താനാവാത്തയാളാണ് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. പ്രകാശ് കാരാട്ടിന് വോട്ടുള്ള ന്യൂഡൽഹി മണ്ഡലത്തിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും CPM സ്ഥാനാർത്ഥികളെ നിർത്താത്തതാണ് ഇതിനു കാരണം. ഇത്തവണയും ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്താനാവില്ല. പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തി JNU-വിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെയാണ് പ്രകാശ് കാരാട്ട് CPM നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിൽ AKജിയുടെ സഹായിയായി പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ന്യൂഡൽഹി മണ്ഡലത്തിലാണ് വോട്ട്. ഏറെ വർഷങ്ങളായി ഇപ്പോഴത്തെ VP ഹൗസിലെ വിലാസമാണ് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും CPM സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പോലും. മറ്റ് ഇടതു പാർട്ടികളും ഇവിടെ മത്സരിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രകാശ് കാരാട്ട് ഇതുവരെ പാർട്ടി ചിഹ്നത്തിലോ സഖ്യകക്ഷികളുടെ ചിഹ്നത്തിലോ വോട്ട് ചെയ്യാത്ത ജനറൽ സെക്രട്ടറിയായി തുടരുന്നു. പാർട്ടിയോ സഖ്യകക്ഷികളോ മത്സരിക്കാത്ത ഇടങ്ങളിൽ കോൺഗ്രസിനെയും BJPയെയും പരാജയപ്പെടുത്താൻ വോട്ട് രേഖപ്പെടുത്താനാണ് CPM അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നോട്ടാ ബട്ടൺ അമർത്തിയാൽ അത് പാർട്ടി നിർദ്ദേശം ലംഘിക്കലാവും. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിലെ CPM അംഗങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യേണ്ടത് ആം ആദ്മി പാർട്ടിക്കാണ്. പ്രകാശ് കാരാട്ടിന് വോട്ട് ചെയ്യേണ്ട ന്യൂഡൽഹി മണ്ഡലത്തിൽ ആശിഷ് കേതനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി. പ്രകാശ് കാരാട്ടിന്റെ വോട്ട് ഇത്തവണയും എന്തായാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനല്ല. CPIM തീരുമാനമനുസരിച്ച് ആ വോട്ട് ലഭിക്കേണ്ടത് ചൂലിനാണ്.
TK ഹരീഷ്, മീഡിയ 1, ഡൽഹി. TP ചന്ദ്രശേഖരൻ വധം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം പറഞ്ഞു. വടകര മേഖലയിലെ പോലീസ് ഉത്തരേന്ത്യക്ക് സമാനമായ വർഗീയവൽക്കരിക്കപ്പെട്ടെന്നും അദ്ദേഹം മീഡിയ 1നോട് പറഞ്ഞു. UDF ഉന്നയിക്കാൻ ശ്രമിച്ച ചന്ദ്രശേഖരൻ വധക്കേസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല. ജനങ്ങളുടെ മുന്നിൽ അതൊരു പ്രശ്നമേ അല്ല. ഒരു മീറ്റിങ്ങിലും ഒരു കുടുംബയോഗത്തിലും ജനങ്ങൾ ഇതൊരു പ്രശ്നമേ ആക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അശേഷം ആശങ്കപ്പെടുന്നില്ല. എന്തെല്ലാം നുണപ്രചരണം നടത്തിയാലും ഗവൺമെൻറ് നയങ്ങളോടുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കയ്യിലെ ഉപകരണമായി RMP മാറിക്കഴിഞ്ഞു. ചർച്ചകളിൽ പരാമർശിക്കപ്പെടാനുള്ള യോഗ്യത പോലും RMPക്കില്ലെന്നും എളമരം കരീം പറഞ്ഞു. വടകര മേഖലയിലെ പോലീസ് മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും എളമരം കരീം ഉന്നയിച്ചു. 700-ലേറെ കേസുകളിൽ മുസ്ലിങ്ങളാണോ പ്രതികൾ? ചെറിയ അടിപിടി കേസായാലും പൊതുനിരത്തിൽ പുകവലിച്ചു എന്ന കുറ്റമാണെങ്കിലും അവരുടെ FIRൽ 153A IPC അനുസരിച്ച് കേസെടുക്കുക. എന്നിട്ട് അവർ ഹാജരായില്ലെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ്, അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടൽ. പോലീസ് വടക്കേ ഇന്ത്യയിലെ പോലീസിനെ പോലെ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സ്വഭാവവും അതിനു പുറമെ ഇതുപയോഗിച്ച് വീടുകളിൽ പോയി പണം വിടുകലും ഇത് നിർബാധം അവിടെ തുടരുകയാണ്. മീഡിയ 1, കോഴിക്കോട്. പിണറായി വിജയന്റെ വിവാദ പരാമർശത്തോടെ കൊല്ലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവസാനഘട്ട ചൂട് കൂടി. 7 നിയമസഭാ മണ്ഡലങ്ങളിലും 2 വട്ടം പ്രചാരണം നടത്തിയ സ്ഥാനാർത്ഥികൾ ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഈ ഘട്ടത്തിലും പക്ഷേ ഇവിടെ ഫലപ്രവചനം അസാധ്യമാണ്. കത്തുന്ന വെയിലിനെ അവഗണിച്ചാണ് കൊല്ലത്ത് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. തെരുവോരങ്ങളിൽ ആവേശം വിതച്ചുകൊണ്ടുള്ള പ്രചാരണ രീതിയാണ് ഇരുമുന്നണികളും അവലംബിച്ചിരിക്കുന്നത്. വികസന ചർച്ചകളേക്കാൾ RSPയുടെ മുന്നണി മാറ്റം തന്നെയാണ് LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ പ്രധാന പ്രചാരണായുധം. നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ബേബി ഇതിനകം 2 വട്ടം പര്യടനം നടത്തി കഴിഞ്ഞു. ലത്തീൻ കത്തോലിക്കരുടെ പിന്തുണയും പീതാംബരക്കുറിപ്പ് RSPയുടെ മുന്നണി മാറ്റത്തെക്കുറിച്ച് നടത്തിയ പരാമർശവുമെല്ലാം ബേബിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. RSPയുടെ മുന്നണി മാറ്റം കോൺഗ്രസുകാർക്ക് പോലും ഇതുവരെ ദഹിച്ചിട്ടില്ലെന്നാണ് ബേബിയുടെ പക്ഷം. LDFന് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കേരളത്തിലെ RSPയുടെ പ്രവർത്തകരും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുകോട്ടകളായ ചടയമംഗലത്തും പുനലൂരിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പ്രചാരണം. CPM പ്രേമചന്ദ്രനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുമ്പോൾ പരമാവധി സംയമനം പാലിച്ചാണ് UDF നീങ്ങുന്നത്. കോൺഗ്രസിൽ തുടക്കത്തിലുണ്ടായ മുറുമുറുപ്പെല്ലാം അവസാനിച്ചത് പ്രേമചന്ദ്രന് ആശ്വാസം പകർന്നിട്ടുണ്ട്. വൻപിച്ച തോതിലുള്ള സ്വീകരണമാണ് വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു സ്വീകാര്യത സത്യത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുതന്നെ CPM ഈ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കൂടി എനിക്കുണ്ട്. കഴിഞ്ഞ വട്ടം നേടിയ വോട്ട് നിലനിർത്താൻ BJP സ്ഥാനാർത്ഥി PM വേലായുധനും കഠിന ശ്രമത്തിലാണ്. മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിൽ MA ബേബി മുമ്പിലാണെങ്കിലും പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം ജനങ്ങളെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചിട്ടുള്ളത്. അടിയൊഴുക്കുകൾക്ക് ഏറെ സാധ്യതയുള്ള മണ്ഡലമായതിനാൽ വിജയം പ്രവചിക്കുക അസാധ്യം. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവസാനഘട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ജനങ്ങളുടെ സ്നേഹവും ആവേശവുമെല്ലാം വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുന്നണികളും. ക്യാമറമാൻ അനിരുദ്ധനോടൊപ്പം PL കിരൺ, മീഡിയ 1, കൊല്ലം. സംസ്ഥാനത്തെ ജനങ്ങളുടെ വോട്ട് ചേർക്കുകയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരിൽ പലർക്കും വോട്ട് ചെയ്യാനാവില്ല. പലർക്കും ചുമതല സ്വന്തം ബൂത്തുകളിലല്ല. ജോലിഭാരം കൂടുതലുള്ള ഇവർക്ക് മതിയായ വേതനം ലഭിക്കുന്നുമില്ല. വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കൽ, വോട്ടേഴ്സ് സ്ലിപ്പ് നൽകൽ എന്നിങ്ങനെ ഒരു ബൂത്തിലെ വോട്ടർമാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചവരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ BLOമാർ. ഒരു ബൂത്തിലെ 1500ഓളം വരുന്ന വോട്ടർമാരെ നേരിൽ കണ്ട് സ്ലിപ്പ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ജോലി ഒരാൾ തന്നെ നിർവഹിക്കണം. അപ്പോൾ ഇന്നലെ സ്ലിപ്പ് ഈ 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട്, അപ്പോൾ അത് പിന്നീട് കട്ട് ചെയ്യണം, ഒരാളെ കൊണ്ട് തന്നെ അത് ഒപ്പിടിയിക്കണം. അപ്പോൾ എല്ലായിടത്തും ഈ ഇലക്ഷൻ്റെ അന്ന് തന്നെ എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. ചിലപ്പം പോകുന്ന വഴിയിൽ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ്. ചിലപ്പം കയ്യിൽ കാശില്ലാത്ത അവസ്ഥയും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിലേറെ സംഘങ്ങളായി ചെയ്യുന്ന ജോലിയാണ് ഇവർക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടത്. 6000 രൂപ വാർഷിക വേതനമാണ് ഇവർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതാവട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ലഭിക്കുക. സാധാരണ സ്വന്തം ബൂത്തിലുള്ള ആളെയാണ് ആ ബൂത്തിലെ BLO ആയി നിശ്ചയിക്കുക. എന്നാൽ ആൾക്കാർ ലഭിക്കാത്തതോടെ സ്വന്തം ബൂത്തിലല്ലാതെയും ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളതുപോലെ പോസ്റ്റൽ വോട്ടിങ്ങും അനുവദിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബൂത്ത്
വോട്ട് ചെയ്യുന്ന ബൂത്ത് വേറൊരു സ്ഥലത്തും എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തുമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തപാൽ വോട്ട് നടത്താനോ അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യാനുള്ള അവസരം, സംവിധാന അവകാശം നിർവഹിക്കാനുള്ള അവസരം ഇതുവരെ നൽകിയിട്ടില്ല. കാരണം ഒരു നിർദ്ദേശം ഇതിന് മറ്റുള്ള ബൂത്തുകളിൽ മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളതുപോലെ ബത്തകളും മറ്റും ഇവർക്ക് ലഭിക്കാറുമില്ല. ഭൂരിഭാഗം BLOമാരും സ്ത്രീകളാണ്. തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുമെന്നും പരിഹരിക്കപ്പെടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇവർ. മീഡിയ 1 തിരുവനന്തപുരം. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപഥങ്ങളിലേക്ക്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇന്ത്യ-ചൈന യുദ്ധം. 1962 യുദ്ധത്തിൽ രാജ്യത്തിന് കനത്ത തിരിച്ചടി നേരിട്ടു. പ്രതിരോധ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും നിമിത്തമായതും ഈ യുദ്ധമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയോട് തികഞ്ഞ സൗഹൃദ നയമായിരുന്നു സ്വതന്ത്ര ഇന്ത്യ സ്വീകരിച്ചത്. 1950 തന്നെ കമ്മ്യൂണിസ്റ്റ് ചൈനയുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതോടെ ഈ സൗഹൃദം കൂടുതൽ ശക്തിപ്പെട്ടു. എന്നാൽ അതിർത്തി തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. 1959 തിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്കും അനുയായികൾക്കും ഇന്ത്യ അഭയം നൽകിയതായിരുന്നു ഇന്ത്യ-ചൈന ബന്ധം വഷളാക്കിയത്. 1962 ഒക്ടോബർ 20 ചൈനീസ് പട്ടാളം ഇന്ത്യൻ അതിർത്തി കടന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 48 കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് ചൈനീസ് പട്ടാളം കടന്നുകയറി. തന്ത്രപ്രധാനമായ ലഡാക്ക് പിടിച്ചടക്കുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിന് ചൈനീസ് അധിനിവേശം പ്രതിരോധിക്കാനായില്ല. ഒരു മാസത്തിനു ശേഷം നവംബർ 21 ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ യുദ്ധം അവസാനിച്ചു. അപരിഹാര്യമായ നഷ്ടമാണ് ഇന്ത്യക്ക് ഈ യുദ്ധം വരുത്തിവെച്ചത്. 1383 സൈനികർ കൊല്ലപ്പെട്ടു. 3968 പേരെ ചൈന യുദ്ധത്തടവുകാരായി പിടിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെയും പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളുയർന്നു. യുദ്ധത്തിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി സ്ഥാനം VK കൃഷ്ണമേനോൻ രാജിവെച്ചു. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പോരായ്മയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദീർഘദൃഷ്ടിയില്ലായ്മയും കൃത്യമായി വെളിപ്പെടുത്തിയ യുദ്ധമായിരുന്നു 1962 ഇന്ത്യ-ചൈന യുദ്ധം. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1. തെരഞ്ഞെടുപ്പിന്റെ ഗതകാല സ്മരണയിലേക്ക്. പഴയകാലത്തെ വോട്ടോർമകളിലാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ ആയിഷുമ്മ. വയസ്സ് 103 പക്ഷേ കന്നി വോട്ടർമാരെക്കാൾ ആവേശത്തിലാണ് ആയിഷുമ്മ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ആയിഷുമ്മ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകാനൊരുങ്ങുന്നത്. 86 വയസ്സിലാണ് ആയിഷുമ്മ അവസാനമായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പിന്നീട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായി. ഒടുവിൽ ഈ 103 വയസ്സിൽ ആയിഷുമ്മയ്ക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിച്ചു. അന്നു മുതൽ വോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. പുതിയ മുണ്ടും കുപ്പായവും വാങ്ങി. പഴയകാല തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും തീരില്ല. അങ്ങനെയുള്ള ഒരു പെട്ടിയാണ്. ആ പെട്ടിക്ക് നമ്മൾ കുഞ്ചു വെച്ചൊരു ഓട്ടയാണ്. ആ ഓട്ടയെ കൂടി അങ്ങോട്ട് കുച്ചിച്ച് ആട്ടിടണം. കടലാസിൽ കഴിക്കുക ചെയ്തത്. മഷി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഞങ്ങൾ തലയിട്ട് അറിയാൻ. വോട്ടിംഗ് യന്ത്രം വന്നതും വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ പോകുമ്പോൾ തിരിച്ചറിയൽ കാർഡ് കയ്യിൽ വേണം. ഇത് പോകുമ്പോൾ കൈ പിടിക്കണം. ഒരു പെട്ടി അവിടെ ഉണ്ടാവില്ലേ? പെട്ടിയല്ലേ? ഇനി എത്ര ദിവസമുണ്ട് വോട്ട് ചെയ്യാനെന്നാണ് ആയിഷുമ്മ ദിവസവും ചോദിക്കുന്നത്. മകന്റെ കൂടെ 5ാം തലമുറയുടെ കൈയും പിടിച്ച് 1.5 പതിറ്റാണ്ടിന് ശേഷം ഏപ്രിൽ 10 ആയിഷുമ്മ വീണ്ടും പോളിംഗ് ബൂത്തിലേക്കെത്തും. ക്യാമറ പേഴ്സൺ അനൂപ് സിപിക്കൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്. ഇനി തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആവശ്യങ്ങളും. ഓരോ വോട്ടർമാരും അവരുടെ വോട്ട് ആർക്ക് നൽകണമെന്ന ഉറച്ച നിശ്ചയത്തിൽ എത്തിയിട്ടുണ്ടാകും. തിരുവനന്തപുരം SUT ആശുപത്രിയിലെ ചില തെരഞ്ഞെടുപ്പ് പ്രതികരണങ്ങളിലൂടെ.
16ാം ലോക്സഭ 15ാം ലോക്സഭയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹങ് ലോക്സഭയാകുമെന്ന് പരമായ സംശയമുണ്ട്. വിലക്കയറ്റത്തിനെ കുറിച്ച് ഇന്ന് ആരും സംസാരിക്കുന്നില്ല. കാരണം എന്താണ്? ഈ മുന്നണികൾ ഭരിച്ച് വില നമുക്ക് തന്നെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. PhD ഒരു വിഷയത്തിൽ കിട്ടുന്നതും പിന്നെ പരമനാറി എന്നുള്ള ഈ രണ്ട് വാക്കുകളുമൊക്കെ വളരെ ഹർട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് ആ നേതാക്കൾ തീർച്ചയായിട്ടും അത് പറഞ്ഞുകൂടായിരുന്നു. കാൻഡിഡേറ്റ് ആരാണെന്ന് നോക്കിയിട്ട് അവരുടെ ക്വാളിറ്റീസൊക്കെ നോക്കിയിട്ടാണ് സാധാരണ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ വോട്ട് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നല്ലൊരു കാൻഡിഡേറ്റിന്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാന്നുള്ളതാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. കൂടുതൽ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ വനിതകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. ലോൺ എടുത്ത് പഠിച്ച ആൾക്കാർക്ക് പലിശയെങ്കിലും ഒഴിവാക്കി അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണം. ഭക്ഷണം കാണുന്നത് ഇപ്പം പൊതുവെ തൂക്ക് പാർലമെൻറ്റിനാണ് സാധ്യത. ഇനി തെരഞ്ഞെടുപ്പിലെ വേറിട്ട കാഴ്ചകൾ. മോഹൻലാൽ ഇന്നസെന്റിന്റെ പ്രചാരണത്തിനെത്തിയത് വിവാദമാകുന്നു. ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് VM സുധീരൻ പറഞ്ഞു. ഊട്ടിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എറണാകുളത്തേക്കുള്ള മടക്കയാത്രയിലാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇന്നസെന്റിനെ കാണാനെത്തിയത്. മുരിങ്ങൂരിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. വരുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നതിനാൽ പ്രചാരണത്തിന് ചെറിയൊരു ഇടവേള നൽകി ഇന്നസെന്റ് നേരത്തെ എത്തി. തുടർന്ന് അല്പസമയം ഇരുവരും സ്വകാര്യ സംഭാഷണത്തിലേർപ്പെട്ടു. ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥി വേഷത്തോടുള്ള ലാലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കൊപ്പം സിനിമയ്ക്കും ഒരു നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള സമയമാണ്. തീർച്ചയായിട്ടും ഇന്നസെന്റിന് മറ്റു കാര്യങ്ങൾക്കൊപ്പം സിനിമയെയും വളരെ വലിയ രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അതേസമയം ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ പ്രചാരണത്തിനെത്തിയത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിച്ചു. പറഞ്ഞാലത് ഒഴിവാക്കുന്നതായിരുന്നു നല്ലത്. പിന്നെ അതേക്കുറിച്ചൊരു കൂടുതൽ വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാക്കോവിൻ്റെ സാന്നിധ്യം പാർലമെന്റിലും ഇന്നസെന്റിന്റെ സാന്നിധ്യം സിനിമയിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ ഇന്നസെന്റിനു വേണ്ടി വിവിധ സിനിമാ താരങ്ങൾ പ്രചാരണത്തിനെത്തിയിരുന്നു. ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാൽ പ്രചാരണത്തിനെത്തിയതാണ് വിവാദമായത്. ഇലക്ഷൻ ഡെസ്ക് മീഡിയ 1. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നിലവിലെ സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് ഒരു കൂട്ടർ. സിറ്റിംഗ് MPയുടെ പ്രവർത്തനം കേവലം ലൈറ്റ് സ്ഥാപിക്കുന്നതിൽ ഒതുങ്ങിപ്പോയെന്ന് മറ്റൊരു കൂട്ടർ. BJP അക്കൗണ്ട് തുറക്കുമോ എന്ന ആശങ്കയാണ് വേറൊരു കൂട്ടർക്ക്. വോട്ടുകടയിലെ തിരുവനന്തപുരം കാഴ്ചകളുമായി പോളിംഗ് ബൂത്ത് അവസാനിക്കുന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാളെ രാത്രി 10:30 വീണ്ടും കാണാം. ശുഭരാത്രി. കേരളമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു വികസനം എന്നത് ഈ മണ്ഡലത്തിലെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കപ്പലടുക്കില്ല എന്ന് മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താൻ ഈ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. തിരുവനന്തപുരം പാർലമെൻറ്റിൽ CPMന് സ്ഥാനാർത്ഥിയില്ല. പിന്നെ വില കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങി നിൽക്കും പോലെ ഒരു ബെനറ്റ് എബ്രഹാം. നമ്മളിവിടെ കണ്ട വികസനം എന്ന് പറഞ്ഞാൽ ഓരോ മുക്കലും മൂലയിലും ഓരോ ലൈറ്റ് വെച്ചെന്നല്ലാതെ ഇവിടെ വേറൊരു വികസനം ജനങ്ങൾ കണ്ടിട്ടില്ല. ലൈറ്റ് വെച്ച വികസനമാണ്. ലൈറ്റ് വെച്ചത് അത് വീടിന്റെ മുമ്പിലാണോ ലൈറ്റ് വെച്ചത്? റോഡില്ല. എന്നാലും ഈ ലൈറ്റ് കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ വിലക്കയറ്റം അതേപോലുള്ള പ്രശ്നങ്ങളാണ്. ഈ റോഡ് ഉൾപ്പെടെ 20 കോടി രൂപ അദ്ദേഹം അനുവദിച്ചു. നമ്മുടെ അപ്പുറത്ത് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ? ബെനറ്റ് എബ്രഹാമിനെതിരെ വ്യക്തിഹത്യ ചെയ്യുന്ന ആരോപണങ്ങളാണ്. ഞങ്ങൾക്ക് പറയാം, 3ാമത്തെ ഭാര്യയെ കല്യാണം കഴിച്ച് 4ാമത്തെ സമ്മതാലോചനയ്ക്ക് നടക്കുന്ന ആളാണ് ശശി തരൂർ. പാകിസ്ഥാൻ ചാരയായ ISIയുടെ ഏജന്റായ മഹർ തറാറുമായി ശശി തരൂരിനുള്ള ബന്ധം. രാജഗോപാൽ അക്കൗണ്ട് തുറക്കുവോ? ബാങ്കിലല്ല, ഇലക്ഷനിൽ തന്നെ, പാർലമെന്റിലും നിയമസഭയിലും. കാരണം രണ്ടു പാർട്ടികളെയും അവർ പരീക്ഷിച്ചു നോക്കി. രണ്ടുപേരും ചെയ്യുന്നത് എന്താ? സമ്പത്തുണ്ടാക്കല്, ജനദ്രോഹ പരിപാടി. ആരെങ്കിലും വീട്ടു നടയിൽ ഒരു കെട്ടിടം വെച്ചാൽ തന്നെ അത് ശശി തരൂരാണെന്ന് ബോർഡ് എഴുതി വെച്ചുകൊണ്ട് നാട്ടിൽ വോട്ട് പിടിക്കാനും പിന്നെ ബാക്കി പറയണ്ടല്ലോ.